ജമിനി ഗണേശൻ, പത്മിനി, ഒരുവിധം തമിഴ് മലയാളം ഇൻഡസ്ട്രിയിലെ മുഴുവൻ ആൾക്കാരും ഉണ്ട്. മറ്റേ പഴയ തമിഴ് നടൻ ചോ, മനോരമ, സുമാരി ചേച്ചി, എല്ലാവരും, പ്രിയദർശൻ, എം ജി ശ്രീകുമാർ, മലയാളത്തിൽ അങ്ങനെ എല്ലാവരും. ആ ഒരു ത്രില്ല് ഇപ്പോൾ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മദ്രാസിൽ ഫോട്ടോ എടുത്താലും മൊബൈലിലാണെങ്കിലും അപ്പോഴേ നമുക്ക് അയച്ചു കൊടുക്കാം, എത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ ഒരു ത്രില്ല് വേറെ ആയിരുന്നു. അങ്ങനെയുള്ളൊരു ഈ ടെൻഷൻ എടുത്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് ഇപ്പം കിട്ടാറില്ല. എങ്കിൽ പോലും സുദർശൻ ഹോട്ടലിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പം ഞാനവിടെ ചെന്ന് ആദ്യം മോഹൻലാലിനെ കണ്ടു. അവരോട് എല്ലാ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഈ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹാളിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഫോട്ടോഗ്രാഫറായിട്ട്. ഒറ്റ പത്രക്കാരില്ല. അന്ന് ഈ പറയുന്ന ഇന്നത്തെ പോലെയുള്ള ഈ ചാനലോ സംഭവങ്ങളോ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒറ്റ മാഗസിൻ്റെ ആൾക്കാരില്ല. അന്ന് മോഹൻലാലിൻ്റെ ഈ ഫാദറിലോ ബാലാജി ഏർപ്പെടുത്തിയ അവരുടെ ഒരു ഫോട്ടോഗ്രാഫർ അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഫോട്ടോ മുഴുവൻ എടുത്തപ്പോൾ 10:30 മണിക്കാണ് എൻഗേജ്മെൻറ്റ്. ഓടി നടന്ന് അന്ന് ശിവാജി ഗണേശൻ, പ്രേം നസീറിനെ കുറിച്ച്, ജമിനി ഗണേശൻ, പത്മിനി, ഒരുവിധം തമിഴ് മലയാളം ഇൻഡസ്ട്രിയിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടത്. മറ്റേ പഴയ തമിഴ് നടൻ ചോ, മറ്റേ മനോരമ, സുമാരി ചേച്ചി, എല്ലാവരും, പ്രിയദർശൻ, എം ജി ശ്രീകുമാർ, മലയാളത്തിൽ അങ്ങനെ എല്ലാവരും. ഫോട്ടോ മുഴുവൻ എടുത്തിട്ട് ഞാൻ ഒന്നും കഴിക്കാൻ നിന്നില്ല. അവിടുന്ന് അപ്പോഴേ യാത്ര പറഞ്ഞ് അവിടുന്ന് ഈ പറഞ്ഞ അതേ പ്രോസസ്സിൽ തിരിച്ച് ബസ് മാറി കയറി ഞാനൊരു 2:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് രാത്രിയിൽ എത്തി. എൻ്റെ അന്ന് ഈ നമുക്ക് കളർ ഫിലിമല്ല, അന്ന് ട്രാൻസ്പെറൻസിയാണ്, പോസിറ്റീവ് ഫിലിമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തട്ടി വിളിച്ചെണീപ്പിച്ച് ഇതെല്ലാം കൊടുത്ത് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഇത് മുഴുവൻ പ്രോസസ്സ് ചെയ്ത് പ്രിൻ്റ് അടിച്ച് രാവിലെ 5 മണിക്കുള്ള വേണാടിൽ ഇതും കൊണ്ട് ഞാൻ കോട്ടയത്ത് ചെന്നു. കോട്ടയത്താണെന്ന് ഞങ്ങളുടെ ചലച്ചിത്രത്തിൻ്റെ ഓഫീസ്. കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്കും 9 മണി സമയം. അതായത് എൻഗേജ്മെൻറ്റ് കഴിയാൻ ഇനി 24 മണിക്കൂറിന് പിന്നെ 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. അങ്ങനെ ഒരു യാത്ര മദ്രാസിൽ നിന്ന് കോട്ടയത്ത് വന്ന് ആ പ്രിൻ്റ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ത്രില്ല് ഇപ്പോൾ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മദ്രാസിൽ നിന്ന് ഫോട്ടോ എടുത്താലും മൊബൈലിലാണെങ്കിലും അപ്പോഴേ നമുക്ക് അയച്ചു കൊടുക്കാം, എത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ ഒരു ത്രില്ല് വേറെ ആയിരുന്നു. അങ്ങനെയുള്ളൊരു ഈ ടെൻഷൻ എടുത്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് ഇപ്പം കിട്ടാറില്ല. എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ പ്രേം നസീറിൻ്റെ ബുക്ക് എനിക്ക് അത്രയും നന്നാക്കാൻ പറ്റിയത് ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ്. കാര്യം അതിൽ ലേഖനം എഴുതിയ പലരും ഞാൻ കാണാത്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വാട്സാപ്പിലും ഫോണിലും മെയിലിലും കോൺടാക്റ്റ് ചെയ്ത് അവരയച്ചു തന്ന ലേഖനങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ പോയി ഇൻ്റർവ്യൂ എടുത്തതാണെങ്കിൽ പോലും അവർക്ക് ആ ലേഖനങ്ങൾ നമുക്ക് വാട്സാപ്പിലോ അയച്ചു കൊടുക്കാൻ പറ്റും. അതിലെന്തെങ്കിലും തിരുത്തുണ്ടോ ചോദിക്കാൻ പറ്റും. ഇതെല്ലാം ഒരു വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇപ്പം നടക്കും. അപ്പം അങ്ങനെയൊക്കെ നടന്നതുകൊണ്ടാണ് എനിക്ക് പലരും ഫോട്ടോ അയച്ചു തന്നു. ആ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച പലരും അവരുടെ പേഴ്സണൽ ആൽബത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അതെല്ലാം എനിക്ക് ആ ബുക്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് ടെക്നോളജിയിൽ ഇപ്പോഴത്തെ വളർച്ചയുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ പ്രേം നസീറിൻ്റെ ബുക്ക് അത്ര ഗംഭീരമാക്കാൻ പറ്റില്ല. കാര്യം അതിനകത്ത് മറ്റേ നസീർ സാറിൻ്റെ കൂടെ ലൈല മജ്നുവിലൊക്കെ അഭിനയിച്ച വിജയലക്ഷ്മി എന്ന് പറയുന്നവർ അമേരിക്കയിലാണ്. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒത്തിരി പേര്. അതുപോലെ മറ്റേ പ്രമീള എന്ന് പറയുന്ന നടി, പിന്നെ ശുഭ എന്ന് പറയുന്ന മലയാള സിനിമയിലെ നസീർ സാറിനോട് അഭിനയിച്ച്, ഇവരൊന്നും എല്ലാം ഞാൻ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്തതും അവരെനിക്ക് മെയിലും വാട്സാപ്പുമായിട്ട് അവർ അയച്ചു തന്ന ലേഖനങ്ങളാണ്. അതൊക്കെ ചിലർ വോയിസ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്, ചിലർ ഫോണിൽ കൂടി ചോദിച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതെല്ലാം നടന്നത് ടെക്നോളജിയുടെ ഒരു വളർച്ച കൊണ്ട് മാത്രമാണ്. പക്ഷെ എന്നാലും പോലും ആസ് എ ഫോട്ടോഗ്രാഫർ എൻ്റെ വർക്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടിരുന്നത് ആ പഴയ ആ ത്രില്ലും അതിൻ്റെ ഒരു സുഖത്തിലായിരുന്നു. ജന്മം കൊണ്ട് ഞാൻ തിരുവനന്തപുരംകാരനാണ്. ഞാൻ ജനിച്ച തിരുവനന്തപുരത്ത് തന്നെയാണ്. ആ കെട്ടിടം ഈ അടുത്തിടയ്ക്കാണ് പൊളിച്ചു കളഞ്ഞത്. തെക്കാടുള്ളൊരു ഹോസ്പിറ്റലിലാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട് ഒക്കെ വൈക്കത്താണ്. പക്ഷേ ഞാൻ ഒരു ജന്മം കൊണ്ട് ട്രിവാൻഡ്രംകാരനാണ്. പിന്നെ ഞാൻ ഇവിടെ വരുന്നത് 79. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കോളേജ് ലൈഫും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. ട്രിവാൻഡ്രത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും ഒരു ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ഫിലിമുമായിട്ട് ഈ ഇൻഡസ്ട്രിയായിട്ട് പോലും എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. ചിലപ്പോൾ പറ്റിയേനെ, ഞാൻ കൊച്ചിയിലായിരുന്നെങ്കിൽ ചിലപ്പം പറ്റിയേനെ. പക്ഷേ ട്രിവാൻഡ്രം എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഒരെണ്ണം സൂര്യ ഫിലിം സൊസൈറ്റിയാണ്. കാര്യം ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ടോപ്പ് മോസ്റ്റ് ഡാൻസേഴ്സിൻ്റെയും മ്യൂസിഷ്യൻസിൻ്റെയും സിനിമാക്കാരുടെയും സത്യജിത്രയെ മുതൽ ഇങ്ങോട്ട് ഓംപുരി, നസുദ്ദീൻ ഷാ, ഋഷികേശ് മുഖർജി, ഗിരീഷ് കർനാട്, അങ്ങനെയുള്ള ഒരുവിധം എല്ലാവരും, സ്മിത പാട്ടീൽ,
ഷബനാസ്മി, രോഹിണി അട്ടങ്കാടി, പ്രാൺ, അശോക് കുമാർ, ഒത്തിരി പേരുടെ സിനിമയുമായി നോർത്ത് ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഭാരതി രാജ, ബാലു മഹേന്ദ്ര, കമൽഹാസൻ, ഒരുപാട് പേരുടെ സംഗീതജ്ഞനാണെങ്കിൽ MS സുബ്ബലക്ഷ്മി, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, അങ്ങനെയുള്ള ആ ഒരു മേഖലയിലുള്ളവർ. ഡാൻസേഴ്സ് ആണെങ്കിലും പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, അതല്ലെങ്കിൽ അബ്ജദ് അലി ഖാൻ, അങ്ങനെയുള്ള എല്ലാവരുടെയും ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയത് ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. സിനിമയിലും എന്നെ ഒരുപാട് തിരുവനന്തപുരം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അത് വേറൊരിടത്താണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് എനിക്ക് കിട്ടില്ലായിരുന്നു. മധുസാറിൻ്റെ ബുക്കെന്ന് പറയുമ്പോഴേ ഞാൻ മധുസാറിൻ്റെ ഒരുപാട് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ വീടിൻ്റെ ഒരു 4-5 വീട് അപ്പുറത്താണ് ആദ്യം ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ. എൻ്റെ വീടും ആ വീട്ടിൽ തന്നെ എൻ്റെ ആർക്കുമെല്ലാം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ബാലേന്ദ്രമേനോൻ്റെ പൈങ്കിളിക്കഥ എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്നത്. അതിൽ കൊടിയേറ്റ ഗോപിച്ചേട്ടനൊരു ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ ഡാർക്ക് റൂമിൽ ഫോട്ടോ പ്രോസസ് ചെയ്യുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അതിൽ അങ്ങനെ ഫോട്ടോ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മധുസാർ ആ റൂമിലേക്ക് കയറി വരുന്നത് ഗോപിച്ചേട്ടൻ എടുക്കുന്നൊരു ഫോട്ടോ, ശ്രീവിദ്യയുടെ ഒരു ഫോട്ടോ കാണുകയും അവരുടെ ഒരു പഴയ പ്രേമബന്ധം ഉണ്ടായിരുന്നു. അവരിപ്പം ഈ സ്ഥലത്തെ കളക്ടറാണ്. അങ്ങനെ ഫോട്ടോ കാണുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലാണ് വന്നത്. മധുസാർ, ഗോപിച്ചേട്ടൻ, പൊന്നമ്മ ചേച്ചി, രോഹിണി, പിന്നെ ബാലേന്ദ്ര മേനോൻ, എൻ്റെ ക്യാമറാമാൻ വിപിൻ മോഹൻ സാറ്, ടെക്നീഷ്യന്മാരെല്ലാവരും വീട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അങ്ങനെ ഭയങ്കര അക്രമം ബഹളമായി. ഈ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഈ യൂണിറ്റുകാർക്ക് ഫുഡ് പോലും കൊണ്ടുവരാൻ വയ്യാത്തൊരവസ്ഥയായി ഞങ്ങൾ അന്ന് എൻ്റെ വീട്ടിൽ പെട്ടുപോയി. ആ സമയത്താണ് ഞാൻ അല്പമെങ്കിലും മധുസാറിനോട് ഇച്ചിരിയെങ്കിലും അടുത്ത് സംസാരിക്കുന്നത്. മറ്റേ നമുക്ക് ആ ലൊക്കേഷൻ ആണെങ്കിൽ പോലും മധുസാറിനോട് പോയി സംസാരിക്കാൻ പേടിയായിരുന്നു. അന്ന് ഞാൻ എടുത്തൊരു ഫോട്ടോ, മധുസാറിൻ്റെ ഫോട്ടോ കലാകൗമുദിയിലെ ഫിലിം മാഗസിൻ്റെ സെക്കൻഡ് പേജിൽ ഫുൾ പേജായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും ഒരുപാട് മധുസാറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിലിം ക്രിറ്റിക്സുകാർ, ഈ മണ്ണാർക്കായം ബേബിയുടെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ ക്രിറ്റിക്സ് വേൾഡ് എന്നൊരു മാഗസിൻ ഒരു ദ്വൈമാസിക ഇറക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ആവശ്യത്തിന് മധുസാറിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കനകക്കുന്നിൽ കൊട്ടാരത്തിൽ പോയി കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുസാറിന് പത്മശ്രീ കിട്ടിയ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. മലയാള സിനിമ കൊച്ചിയിൽ അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുത്തു. അന്ന് മാക്ട എന്ന് പറയുന്ന മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. മാക്ട ഒരു സോവനീർ പബ്ലിഷ് ചെയ്തു. മാധവസന്ധ്യ എന്നാണ് എൻ്റെ ഓർമ്മ. ആ സോവനീർ ഞാനാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഓർമ്മകളെന്നല്ലാതെ മധുസാറിൻ്റെ അടുത്ത് നമുക്ക് ഇച്ചിരി വിട്ടു നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രേംനസീറിൻ്റെ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമയത്താണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഓഫീസ് ഇനോഗ്രേഷൻ കൊച്ചിയിൽ. അപ്പോൾ ഇവിടുന്ന് മധുസാറിനെ കൊച്ചിയിൽ എത്തിക്കേണ്ട ജോലി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ഇന്നോവയിൽ ഞാൻ മധുസാർ മാത്രം പോവാം. പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒന്നുമില്ല, സംസാരമൊന്നുമില്ല. അങ്ങനെ അന്ന് ഈ വട്ടിയൂർക്കാവ് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. കഴക്കൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മധുസാർ ചോദിച്ചു, ഗോപാലകൃഷ്ണൻ്റെ വീട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പറഞ്ഞ് ചോദിച്ച് ഞങ്ങളങ്ങ് സംസാരം തുടങ്ങി. അങ്ങനെയുള്ള യാത്രയിലാണ് ഞാൻ ഈ പെർമിഷൻ വാങ്ങിച്ചത് ഈ മധുസാറിൻ്റെ ബുക്ക് എഴുതാനുള്ള. പക്ഷേ ലോക്ക്ഡൗൺ വന്ന് ഞങ്ങൾക്ക് നിർത്തി വയ്ക്കേണ്ടി വന്നു. രണ്ടാമത് വീണ്ടും ഞങ്ങൾ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ലോക്ക്ഡൗൺ അങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ മധുസാറിൻ്റെ നവതി ആഘോഷം നടത്തിയാലോ എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോഴാണ് ട്രിവാൻഡ്രം ഫിലിം ഫെറ്റേണിറ്റിയിലെ ഞാനും ഒരു ട്രസ്റ്റിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ എടുപിടി എന്ന് പറഞ്ഞ് ഈ ബുക്ക് അങ്ങ് തീർക്കാൻ തീരുമാനിച്ചത്. ഒരുപാട് ദിവസം രാത്രിയിൽ ഒരു 9:30 മുതൽ മധുസാറിൻ്റെ വീട്ടിൽ, സാറിന് രാത്രിയിലിരുന്ന് സംസാരിക്കുന്നത് ഇഷ്ടം. സാർ ഉറങ്ങാൻ താമസിക്കും ഒരു 1:30-2 മണി വരെ. പിന്നെ സാറ് തന്നെ കുറേ ലിസ്റ്റ് എനിക്ക് തന്നു. ഇവരെല്ലാം പോയി കാണും. സാറിൻ്റെ പഴയ ഫ്രണ്ട്സ്, കളിക്കൂട്ടുകാർ, കൂടെ പഠിച്ചവർ, സാറിൻ്റെ സിസ്റ്റേഴ്സ് 2 പേര്, അവരുടെ മക്കൾ, അങ്ങനെ സാറ് തന്നെ സാറിൻ്റെ കൂടെ ഈ മദ്രാസിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ കൂടെ നിന്ന് കുക്ക്, സാറിൻ്റെ ഈ യാത്രയിലൊക്കെ കൂടെ പോകുന്നവർ, അങ്ങനെയുള്ള കുറേ പേരുടെയൊക്കെ അവരെയൊക്കെ മസ്റ്റായിട്ട് കണ്ടിരിക്കണം സാറ് പറഞ്ഞു. അവരെയൊക്കെ കണ്ടു. പിന്നെ അതിനകത്ത് സാറുമായിട്ട് സഹകരിച്ച ഉമാ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാവരെയും കണ്ടു. സാറിൻ്റെ ആദ്യത്തെ സിനിമയിലെ സാറ് സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയിലെ നായിക ലില്ലി ചക്രവർത്തി, അവരെ കാണാൻ ഈ കൽക്കട്ട വരെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് മധുസാർ ആ ബുക്ക് റിലീസിൻ്റെ സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ കാണാൻ വേണ്ടി വെറുതെ കൽക്കട്ട വരെ വരണ്ട, എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചോദ്യമായിട്ട് എനിക്ക്
വാട്സാപ്പിൽ അയച്ചു തന്നാൽ, അല്ല അവർക്ക് വാട്സാപ്പില്ല, മെസ്സേജായിട്ട് കൊടുത്താൽ അവർ ഫോണിൽ കൂടെ എനിക്ക് എൻ്റെ ആൻസർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രഞ്ജിത്തിൻ്റെ ജിപിയുടെ മോളാണ്, ഹിന്ദി അവർക്കറിയാവുള്ളൂ, എനിക്കാണെങ്കിൽ ഹിന്ദി വലിയ പരിചയമില്ല. അപ്പോൾ ചിപ്പിയുടെ മോളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരുടെ അടുത്ത് ചോദിച്ച് ഹിന്ദി എടുത്ത് അത് ട്രാൻസ്ലേറ്റ് എടുത്ത് അത് കുറച്ച് തന്നെ നമ്മുടെ എഴുത്തുകാരൻ ശത്രുവിനെ സഹായിച്ചു. പിന്നെ എൻ്റെ നെയ്ബർ നമ്മുടെ മൂർഖൻ സിനിമയിലൊക്കെ പാട്ടെഴുതിയൊരു ബി മാണിക്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫ് സതി ടീച്ചർ എൻ്റെ നെയ്ബറാണ്. ടീച്ചർ എന്നെ സഹായിച്ചു അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. മൗസാൻ്റെ രണ്ടാമത്തെ നായിക, ആദ്യത്തെ നായിക എന്ന് പറഞ്ഞാൽ ഷീലയാണ്. ഷീല ശാരദ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. KPSCയുടെ തുലാഭാരം, ശരശയ്യ, അശ്വമേധം, കൂട്ടുകുടുംബം, ഇതിലൊക്കെ സിനിമയിലെ നായികയായിരുന്ന KPSC ലീലയാണ് മൗസാൻ്റെ അമ്മയെ കാണുക എന്നുള്ള സിനിമയിൽ രണ്ടാമത്തെ നായിക. അങ്ങനെ നമ്മുടെ ബൈചന്ദ്രൻ വഴിയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഇൻ്റർവ്യൂക്ക് എടുത്തപ്പോഴാണ് അറിഞ്ഞത് ആ സിനിമ ഇറങ്ങിയിട്ട് 61 വർഷം കഴിഞ്ഞു. ആ ഷൂട്ടിങ്ങിന് ശേഷം അവർ മൗസാനെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഈ ബുക്കിൻ്റെ റിലീസിന് കുറച്ച് ദിവസം മുമ്പ് അവരെ കൊല്ലത്തുനിന്ന് മൗസാൻ്റെ അടുത്ത് കൊണ്ടുവന്നു. 60 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നായികയെ അവർ തമ്മിൽ കണ്ടു. അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടു. പിന്നെ ഒരു മൗസാറിൻ്റെ സിനിമയുടെ ലിസ്റ്റ്, ഒരു അവലോകനമുണ്ട്. ഓരോ വർഷം മൗസാൻ്റെ കൂടെ അഭിനയിച്ചവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു ഇത്, എത്ര പടത്തിൽ ഓരോരുത്തർ അഭിനയിച്ചിട്ടുണ്ട്, മൗസാർ പാടി അഭിനയിച്ച പാട്ടുകളുടെ ലിസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ 75ഓളം സഹപ്രവർത്തകരുടെ ഓർമ്മകൾ. ഇത്രയുമാണ് ആ പുസ്തകത്തിലുള്ളത്. ഒരു 460 പേജോളം ഉണ്ട്. അതിൽ അമിതാഭ് ബച്ചൻ മുതൽ യേശുദാസ് മുതൽ MT വാസുദേവൻ നായർ സാറ്, ശ്രീകുമാരൻ തമ്പി സാറ് മുതൽ ഹരിഹരൻ സാറ്, പിന്നെ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന മോഹൻ സാറ്, സത്യനന്ദിക്കാട്, P. ചന്ദ്രകുമാർ, അമ്പിളി, കല്യാൺ കൃഷ്ണദാസ്, അങ്ങനെ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നവർ. പിന്നെ സാറിൻ്റെ ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ C. രാധാകൃഷ്ണൻ എഴുത്തുകാരൻ, അങ്ങനെ ഒരുപാട് പേര് പുസ്തകവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിൽ 1-2 പേരെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അത് മസ്റ്റായിട്ട് എനിക്കതിനകത്ത് വേണം എന്ന് ആഗ്രഹിച്ചിരുന്നത് സംഗീത സംവിധായകൻ ശ്യാമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഞാൻ 2 പ്രാവശ്യം ചെന്നപ്പോഴും വളരെ മോശമായിരുന്നു. ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ശ്വാസം മുട്ടലും പ്രശ്നം കാരണം എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. അത് അങ്ങനെ ഒരു 1-2 പേരുടെ എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അതിനകത്ത്. എങ്കിലും ഒരു മൗസാർ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ബുക്ക് റിലീസ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞാൻ മൗസാറിനെ പോയി കണ്ടു. സാർ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർണ്ണത്തെ കൊണ്ട് പ്രതിമ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പം ആ കലാകാരനെ നമ്മൾ ഇതുപോലെ ഓർമ്മിക്കേണ്ടതാണ് ഒരു കാര്യം. അദ്ദേഹം കാണണം ഈ പുസ്തകം. ഇപ്പോൾ നസീർ സാറിൻ്റെ ബുക്ക് 1000 പേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നസീർ സാറെ കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കുറച്ച് ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരിലെ കാണുന്നത്. ഇതിപ്പോൾ മൗസാർ തന്നെയല്ലേ ആദ്യമായിട്ട് നേരിട്ട് കണ്ടത്. ആര് കാണുന്നതിനേക്കാട്ടിലും മുമ്പേ മൗസാറാണ് ആ പുസ്തകം കണ്ടത്. അതിൻ്റെ ഒരു സന്തോഷം മൗസാറിൻ്റെ മുഖത്തുമുണ്ട്. മൗസാറിൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പം എനിക്കും അത് അതിനുവേണ്ടി സാമ്പത്തികം മൊത്തം മുടക്കി രഞ്ജിത്തിനും ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ സന്തോഷം തന്നൊരു നിമിഷമാണത്. മൗസാറിൻ്റെ ആ മറുപടിയും ആ ബുക്കിനെ പറ്റി മൗസാർ പറഞ്ഞ വാക്കുകളെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കാർ അവാർഡിന് തുല്യം. അത്ര ഗംഭീരമായിട്ട് മൗസാർ ആ പുസ്തകത്തെ പറ്റി പറഞ്ഞു. അത് നമ്മുടെ ഒരു ഭാഗ്യം ജീവിതത്തിൽ. ഞാൻ ആദ്യം എഴുതിയൊരു പുസ്തകം ഗുഡ് ലക്ക് ടു എവരിബഡി എന്നാണ്, സിനിമയുമായി ബന്ധപ്പെട്ട്. അതിന് മുമ്പ് ഞാൻ 2000 ആണെന്നത് ഞാൻ എടുത്ത 20 വർഷം സൂര്യയുടെ ഫോട്ടോസ്, സൂര്യ സ്നാപ്സും പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ എടുത്തിട്ടുള്ള സൂര്യയുടെ ഫോട്ടോസ് മാത്രം വെച്ചൊരു പുസ്തകം റിലീസ് ചെയ്തത്. ഫോട്ടോസ് മാത്രമല്ല, ഫോട്ടോ ആൽബം പോലെയായിരുന്നു. വേറെ കണ്ടൻ്റ് ഒന്നുമില്ല. അതിലാരാണ് ആ ഡാൻസ് ചെയ്യുന്നതല്ലേ പാട്ട് പാടുന്ന വ്യക്തിയുടെ പേര് മാത്രമല്ലാതെ അവർ ഒറ്റ സെൻറ്റൻസില്ല ഉള്ളു താഴെ. അത് നമ്മുടെ ഹിന്ദുവിലെ സന്തോഷമാണ് എനിക്ക് ആ ടെക്സ്റ്റ് തന്നു. ബുക്കായിട്ട് ഞാൻ ചെയ്തത് ആദ്യം ഈ ബാലൻ സിനിമയിലാണ്, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയുടെ കഥ. അതിലെ ഒരുവിധം എല്ലാവരെയും കണ്ടു തന്നെയാണ് എഴുതിയത്. മലയാളത്തിൽ ആദ്യം സംസാരിച്ചത് ഇംഗ്ലീഷിലാണ്. ഒരു ബാറിലെ ഒരു സീനിലാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അതിൽ ആദ്യം പറഞ്ഞ വാചകം ഇംഗ്ലീഷാണ്, ഗുഡ് ലക്ക് ടു എവരിബഡി എന്നാണ്. ആലപ്പി വിൻസെൻ്റാണ് പറയുന്നത്. അങ്ങനെ ആലപ്പി വിൻസെൻ്റ് എല്ലാവരും ഞാൻ കണ്ടതാണ്. KK അരൂരിനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റാത്തത്, ബാക്കി എല്ലാവരും നേരിട്ട് കണ്ടതാണ്. ആ ബുക്കിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ക്രിട്ടിക്സ് അവാർഡ് കിട്ടി, കോഴിക്കോടുള്ള അല എന്ന് പറയുന്ന സംഘടന അവാർഡ് കിട്ടി. എല്ലാവരും 13 അവാർഡുള്ള ആ ബുക്കിന് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ JC ഡാനിയലിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. അതിൽ ബുക്കാക്കണം എന്നായിരുന്നു ആദ്യം ആഗ്രഹം. അന്ന് എനിക്ക് അങ്ങനെ ഒരു മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തത്. അതിനെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആ ഡോക്യുമെൻ്ററിയുടെ ആദ്യത്തെ പ്രദർശനം തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്താണ്
ഏകദേശം 35 വർഷത്തിന് ശേഷം ജെ.സി. ഡാനിയലിൻ്റെ മകൻ തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് അദ്ദേഹം എൻ്റെ ഡോക്യുമെൻ്ററിയുടെ റിലീസിൻ്റെ ദിവസം പറയുന്ന സെൻറ്റൻസാണ് സെല്ലോയിഡ് എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് പറയുന്നത്. ഞാനാണ് ഈ നെഗറ്റീവ് മുഴുവൻ കത്തിച്ചു കളഞ്ഞത് എന്ന് പറയുന്നത്. അതെനിക്ക് എൻ്റെ വില അറിയില്ലായിരുന്നു എന്ന് പറയുന്നതെല്ലാം ഈ ഹാരിസ് ഡാനിയൽ എൻ്റെ ഡോക്യുമെൻ്ററിയുടെ റിലീസിന് വന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ ഞാൻ ചെയ്തത് ഈ മലയാള സിനിമയുടെ 90-ാം വർഷം നഷ്ടസ്വപ്നങ്ങൾ എന്നും പറഞ്ഞു. അതായത് മലയാള സിനിമയ്ക്ക് തുടക്കം കുറിച്ച 5 പേര്, ജെ.സി. ഡാനിയലും ഭാര്യയും, അതിനുശേഷം വന്ന നിശബ്ദചിത്രമായ മാർത്താണ്ഡവർമ്മയുടെ നായികയും അതിൻ്റെ നിർമ്മാതാവും ഭാര്യയും ഭർത്താവുമാണ്. ഈ 2 സിനിമകളും കാണിച്ച തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ. ആ 5 പേരുടെ കഥയാണ്. അവരുടെ ജീവിതത്തിൽ കോടികൾ, അന്ന് ഇവർക്ക് ഏകദേശം എല്ലാവർക്കും ഒരേ പ്രായമായി, 20, 21, 22 വയസ്സ് പ്രായം. കോടികളുടെ സ്വത്ത് കയ്യിലുണ്ട്. അതൊന്നും അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ല, കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ്. അത് മുഴുവൻ അവരിതിൽ മുടക്കി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ മരിച്ചവരാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ, അതാണ് നഷ്ടസ്വപ്നങ്ങൾ എന്ന് പറയുന്ന എൻ്റെ അടുത്ത പുസ്തകമായിരുന്നു ഇറങ്ങിയത്. 2020 ഒക്ടോബർ 23 മലയാള സിനിമയുടെ 90-ാം ജന്മദിനത്തിലാണ് ആ പുസ്തകം. മന്ത്രി A.K. ബാലൻ, അന്ന് കോവിഡ് സമയമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറി വെച്ച് സുരേഷും മേനകയും കൂടെ ആ ബുക്ക് ഏറ്റുവാങ്ങി. ആകെ 5 പേർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പേരിൽ. അതിനെനിക്ക് കഴിഞ്ഞ 2021 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി.